ശ്രീ വേണു, ഇപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഇത്തരം ആക്ഷേപം വന്നിട്ട് നമ്മുടെ മുമ്പിൽ ഏകദേശം കുറച്ച് ദിവസങ്ങളായി. തീർച്ചയായിട്ടും അത്തരം ഒരു ആരോപണം വന്ന സമയത്ത് വളരെ കൃത്യതയോടുകൂടി പാർട്ടി എടുക്കേണ്ട നടപടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ട്, അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഒരു സംഘടനക്കും ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പാർട്ടിയുടെ ഏറ്റവും ശക്തമായൊരു നടപടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കേസിനകത്ത് ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ വോയിസ് ക്ലിപ്പിനപ്പുറത്തേക്ക് ഒരു പരാതിയില്ല, ഒരു കേസില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പിനകത്തേക്ക് മറ്റ് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള തെളിവുകൾ പോലും നമ്മുടെ മുമ്പിലില്ല. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പോലും ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് അതിനെ അംഗീകരിക്കേണ്ടത്. ഈ ഞങ്ങളെ വിമർശിക്കുന്നവർ ഞങ്ങൾ ഒരു വിരൽ കൊണ്ട് ഇങ്ങോട്ടേക്ക് ചൂണ്ടുമ്പോൾ ഇവരുടെ 4 വിരൽ അവരുടെ പിറകിലേക്ക് അവരുടെ നെഞ്ചിലേക്ക് ചൂണ്ടുകയാണ്. ഈ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ധീരമായ നിലപാടെടുത്ത പാർട്ടിയാണോ ഇവിടുത്തെ CPM അതോടെ BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ? ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഇവിടെ പോയിട്ട് ഞങ്ങൾ ഭയങ്കര ആദർശ ധീരത പറയുന്ന ഇപ്പോൾ ഞങ്ങളുടെ അടുക്കുന്ന വന്ന് അവിടുത്തെ എന്താ പറയേണ്ടത് AKG സെന്ററിൽ തിണ്ണനിറങ്ങാൻ പോയൊരുത്തൻ ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഇതിന്റെ മാന്യതയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ അന്തസ്സുണ്ട്. ആ അന്തസ്സ് കാത്തു സൂക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ നിലപാടെടുത്തത്. എന്താ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത്? MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കോടതി കുറ്റക്കാരനല്ല തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ നിലപാട് അങ്ങനെ സ്വീകരിച്ചിട്ടില്ലല്ലോ. പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് അങ്ങനെയാണെങ്കിൽ സണ്ണി ജോസഫ് പറഞ്ഞ കാര്യം എന്താ? ബഹുമാനായ KPC പ്രസിഡന്റും പ്രതിപക്ഷവും വളരെ ക്ലാരിറ്റിയോടുകൂടി നിലപാട് സ്വീകരിച്ചിട്ടില്ലേ? മാത്രമല്ല, ഇതിനകത്ത് ചില ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിനകത്ത് തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നുണ്ട്. എന്ത് നടന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം. ഇതിനകത്ത് ആരാണ് പരാതി, ആ പരാതി കൊടുത്ത് അതിന്റെ അന്വേഷണത്തിലേക്ക് പോകണം. അങ്ങനെ ഒന്നും ചെയ്യാതെ നിയമ സംവിധാനത്തിലേക്ക് കടക്കാതെ ഒരു കേസുമില്ലാതെ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാത്ത ഒരു വിഷയത്തിനകത്താണ് ഞങ്ങളുടെ MLA ആയിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ പാർട്ടി സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷനെ അംഗീകരിക്കാൻ ഈ നാട്ടിലെ പൊതുസമൂഹം തയ്യാറായിരിക്കുന്നു. അതിനകത്ത് നടക്കുന്ന ഗൂഢാലോചന എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ ഉയരുന്ന ചോദ്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലുണ്ടല്ലോ. ഇതുപോലെ തന്നെ ഉയരുന്ന ഒരു ചോദ്യമാണ്, ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് വേണ്ടാത്ത, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും നിർത്താൻ നിങ്ങൾക്ക് കഴിയാത്ത, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ, ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കഴിയാത്ത ഒരാൾ MLA ആയി തുടരുന്നത്, അതിൽ നിങ്ങളുടെ ഒരു തീരുമാനം വരുന്നില്ല എന്ന് മാത്രവുമല്ല, കേരളത്തിൽ അങ്ങനെ ഒരു പ്രസിഡന്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഈ രണ്ടും അസാധാരണ നടപടിയാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ MLA സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതും ഒരു അസാധാരണ നടപടിയുടെ ഗണത്തിൽ വരുന്നതാണ്. MLA എന്നുള്ളത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്ന നിലപാടിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളെ ധാർമ്മികത പഠിപ്പിക്കാനും ഞങ്ങളെ ട്യൂഷൻ ക്ലാസ്സിൽ വന്ന് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ലേ രാഹുലിനോട് നിങ്ങൾ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് പറയുക എന്നത്? അല്ലെന്നേ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടിയുമില്ലാത്തൊരു വിഷയത്തിനകത്ത് ധാർമ്മികതയുടെ പേരിൽ പാർട്ടി എടുത്ത നടപടിയുടെ ഭാഗമായി ഞങ്ങൾ മുമ്പോട്ട് പോവാണ്. അത്തരത്തിലുള്ള നിലപാടുകൾ സ്വാഭാവികമായി ഏതെങ്കിലും രീതി വരുമ്പോൾ പാർട്ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. അത് കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു തരത്തിൽ ഒളിച്ചു വെക്കാൻ ഒരു കാര്യമില്ല. ധാർമ്മികത പഠിപ്പിക്കും. അല്ലല്ല, ഏത് സ്റ്റേറ്റസിലാണ് ഇനിയിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുക? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണല്ലോ. ഏത് സ്റ്റേറ്റസിലാണ് പ്രവർത്തിക്കുക? അതിന്റെ സ്വഭാവം എന്താണ്? ആ പ്രവർത്തനത്തിന്റെ ആ വ്യക്തിയുടെ MLA നിലയ്ക്കുള്ള പൊതുപ്രവർത്തനവും നിങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ? അത് പാർട്ടി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡന്റ് പറഞ്ഞല്ലോ എന്താണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പൊ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായും അദ്ദേഹം MLA എന്നുള്ള പദവിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ രൂപത്തിലേക്ക് അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമുക്ക് നോക്കാം. അദ്ദേഹത്തിനെതിരായി ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഞങ്ങളുടെ പോയിന്റ്, ഇതുവരെ ഒരു നടപടി എടുത്തില്ല. ഇപ്പൊ പിണറായി വിജയന്റെ പോലീസ് സംവിധാനമല്ലേ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാൾക്കെതിരായി ഇത്തരം ഏതെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ അയാളെ വെറുതെ വിടുവോ? ഒരു തെറ്റും ചെയ്യാതെ അയാളെ വീട്ടിന്റെ അകത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇത്തരത്തിലൊരു തെളിവ് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ തെളിവ് ഈ ഭരിക്കുന്ന പോലീസ് സംവിധാനത്തിനോ ആഭ്യന്തര വകുപ്പിനോ കിട്ടിയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇവർ മുമ്പോട്ട് പോട്ടെ. ആ ഘട്ടത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. ഈ തീരുമാനം വളരെ സ്വീകാര്യമാണ് പൊതുസമൂഹത്തിന് എന്ന് നിങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ടല്ലോ. നിങ്ങളുടെ എല്ലാം പ്രതികരണത്തിൽ നിന്നത് വ്യക്തവുമാണ്. എന്നാൽ അതിനേക്കാൾ ഉയർന്നൊരു നിലപാട് അവിടെ ബാക്കി കിടക്കുന്നു. MLA സ്ഥാനത്ത് നിന്ന് തന്നെ രാജിവെപ്പിക്കുക.
പാലക്കാട്ടെ വോട്ടർമാരെ എന്നിട്ട് അഭിമുഖീകരിക്കുക. പാലക്കാട് വോട്ടർമാർ ഇത്ര ഉയർന്നൊരു നിലപാടെടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ കൈവിടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അതൊക്കെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. നിങ്ങൾ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ട് എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ. ഞങ്ങൾ ഇത്തരം തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പുറത്ത് പീഡന വീരന്മാരും അതോടൊപ്പം തന്നെ പീഡിപ്പിക്കാൻ പോയവരും അതിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അത്യുന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. അവർ ഈ നാട് ഭരിക്കുകയാണ്, ഈ നാടിന് വിരാജിച്ച് നിൽക്കുകയാണ്, ഈ നാടിന് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യാണ്. അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ഈ കോലുമായി പിണറായി വിജയന്റെ മുഖത്ത് പോയി ചോദിക്കോ, എന്തേ പി ശശിയെ നിങ്ങൾ ഇതുപോലെ കൊണ്ടു നടക്കുന്നത്? പി ശശി എന്തിനാണ് പുറത്താക്കിയത്? അയാളുടെ പ്രശ്നം തീർന്നോ എന്ന് നിങ്ങൾ ചോദിക്കോ? ശ്രീ മുകേഷ് MLA നിങ്ങൾ അടുത്തിരിക്കുന്നുണ്ടല്ലോ, അയാൾക്കെതിരായി കേസുണ്ടല്ലോ, എന്തേ അയാൾ നിങ്ങൾ MLA ആയി ഇരിക്കുന്നു എന്ന് പിണറായി വിജയനോട് ചോദിക്കോ. ഈ പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിലൂടെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന KPC അധ്യക്ഷന്റെ മുമ്പിലൂടെ ഈ നിങ്ങളെ മൈക്കോ എടുത്ത് നിങ്ങൾ പോകുന്ന ആൾ എന്തേ പിണറായി വിജയന്റെ മുമ്പ് പോകാൻ ധൈര്യമില്ലാത്തത്? നിങ്ങൾ ചോദിക്ക്. അവിടെ എല്ലാ കാര്യവും നടക്കാം, നിങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ഈ ചാനൽ ഡിബേറ്റിലല്ലാതെ പിണറായി വിജയന്റെ മുമ്പ് പോയി ചോദിക്കാൻ ധൈര്യമുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇതുപോലെ മറുപടി പറയോ? ഞങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യം മറുപടി ഉണ്ട്. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളെ ഭയമുണ്ട്, ഞങ്ങൾക്ക് ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിലപാടെടുത്തത്. ആ നിലപാട് അംഗീകരിക്കണം. പിന്നെയും വന്നിട്ട് നിങ്ങൾ എന്താക്കി ഇപ്പറ ഇരിക്കുന്നവരാരാ? ഈ ചൊല്ലുണ്ട്. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കണ്ട. ശരി റിജിൽ, ഇനി സരിൻ മറുപടി പറയട്ടെ. സരിൻ,